വാടാ വിവേക ഇങ്ങോട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ കമ്പനി. നിന്റെ ഈ കല്യാണത്തിന് നിന്റെ കൈ വിറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ കൊണ്ട് നിന്നെ ചേർത്തേക്കുന്നത്. അതെ, ഇവിടെ കൊണ്ടുവന്ന് നീ പഠിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിന് താലി കെട്ടാനെ കൊണ്ട് നിന്റെ കൈ വിറയ്ക്കത്തില്ല. ഓ, ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇതിനൊക്കെ എന്തിനാ കൂട്ടി നിൽക്കുന്ന അറിയാവോ? എന്തിന്? 2ാം ക്ലാസ് നമ്മൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് കൊണ്ട് മാത്രമാ. നീ പിന്നെ പോയി ഇത്തിരി പോയി പൈസ ഒക്കെ ഉണ്ടാക്കിയല്ലോ. നമ്മൾ ഇപ്പോഴും ഇങ്ങനെ കിടക്കുക. എനിക്ക് ഇപ്പോഴും നിന്നോട് ആ സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജോലി കളഞ്ഞിട്ട് ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത്, അറിയാവാ? അജയ്, നിന്നോടൊരു കാര്യം ഞാൻ പറയട്ടെ. ഒരു സെക്കൻഡ് ഫോൺ വിളിക്കുന്നുണ്ടോ? ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞു. ജോലി സ്ഥലത്തിന് വിളിക്കുന്നുണ്ടോ? സുരേഷേ, ഇന്നലെ നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടാ, ഇന്ന് ഞാൻ പണിക്ക് വരത്തില്ലെന്ന്. ഞാൻ പറഞ്ഞില്ല ഇറ്റലി എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നെന്ന്. അവനെ കൊണ്ട് ഞാൻ ഇവിടെ ഒരു കമ്പനി വന്ന്. ഈ കമ്പനി ഏത് കമ്പനിയാ? വാടി കൊച്ചി സെന്റ്. അവിടെ ഞാൻ കേട്ടോ. ഓ, വെക്ക്. അത് എന്തിനാന്ന് അവന് ചോദിക്കണം. എന്റെ അജയ്, നീ ഇത്ര നാളായിട്ടും ഇംഗ്ലീഷിൽ നിനക്ക് വായിക്കാൻ അറിയത്തില്ലേ? ഇതെന്ത് എഴുതേക്കുന്ന അറിയാമോ? വെഡിങ് കോച്ചിങ് സെന്റർ. നീ എന്നെ ഇത് പഠിപ്പിക്കാതെ കൈ വിറയ്ക്കാതെ താലി കെട്ടാൻ എങ്ങനെ പറ്റുന്നു പഠിക്കണ ഇറക്കാം ആദ്യം. അപ്പൊ എന്നെ പഠിപ്പിക്കാൻ നിൽക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഇതെന്ത് പഠിക്കൊണ്ട് നടക്കുക? ഓ, ഇതേ നമ്മുടെ ഒരു കൂട്ടുകാരനെ. അവനൊരു കൊച്ചിനോട് ഇഷ്ടമാ. അവന് ലവ് കിട്ടാൻ അറിയത്തില്ല പോലും. ഓ, നീ അത് പഠിപ്പിക്കാനെ കൊണ്ടാണ്? അത് ആദ്യം ഞാൻ പഠിക്കണ്ടേ. ഓ, അപ്പൊ അതൊന്ന് പഠിപ്പിച്ചിട്ടേ. ഇന്നലെ ഞാൻ വിളിച്ചില്ലയോ? രാത്രി 10 മണിക്ക്. ഓ, നിങ്ങളായിരുന്നു വിളിച്ചത്? ഞാനാ വിളിച്ചത്. അത് ശരി. ഞാൻ ചോദിക്കട്ടെ, കൈ നീട്ടി ആരെയൊക്കെ വിറയ്ക്കുന്ന നോക്കട്ടെ. അല്ല, എന്നെ എന്തിനാ വിറയ്ക്കുന്നത്? ഇതല്ലേ, ഇതാ പയ്യനല്ലേ മോനെ? ഇത് കയറി ഇരുന്നാട്ടെ. ഒന്നും പേടിക്കണ്ട, മനസ്സിലായോ? കൈവിറക്ക് മാറ്റി തരണം താലി കെട്ടുമ്പോ. അത് കണ്ടോ? ഫോട്ടോയിൽ ഇരിക്കുന്ന ആരാന്ന് കണ്ടോ? ആരാ? വിറച്ച് തുള്ളിയാ ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് എൻ്റെ ഇവിടുത്തെ കോച്ച് നല്ലപോലെ അങ്ങേറ്റ് താലി കെട്ടാൻ നേരത്ത് ഒരു വിറയിലും ഇല്ലായിരുന്നു, ഒരു തുള്ളലും ഇല്ലായിരുന്നു. പണ്ട് സുഖമായിട്ട് ജീവിക്കുന്നു. ഇവര് ഹണിമൂണിന് പോയത് ഇവിടെ കാശ്മീരിൽ കൊടും തണുപ്പത്ത്. ഒരു തലമുടി പോലും പിന്നെ വിറച്ചിട്ടില്ല. അതുപോലത്തെ കോച്ചിങ്ങല്ലേ നമ്മളിവിടെ കൊടുക്കുന്നതേ. എന്റെ വിവേകന് കൊടുക്കണം. അവിടെ ഇരിക്കും, ഞാൻ പറയാം കേട്ടാ. അതെ, മങ്ക മീൻസ് മാങ്കോ കൊണ്ടുവന്നില്ല. അല്ല പൊട്ടന്മാരെ, പെണ്ണ് മങ്ക എവിടാന്ന്? പെണ്ണ് തൃശ്ശൂര്. പെണ്ണ് കാണാൻ പോയത് തൃശ്ശൂര് തന്നെയാണോ പോയത്? അതെ. പെണ്ണ് കാണാൻ ചെന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം എന്താണ്? പെണ്ണ് കാണാൻ ഞാൻ വീട്ടിൽ ചെന്നു പെണ്ണിന്റെ. പിന്നെ അപ്പോൾ പെണ്ണ് വന്നിട്ട് എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കാൽ വെച്ച് വട്ടം വരച്ചു. റൗണ്ട് വരച്ചു. അത് എന്തിനാന്ന് അവൻ ചോദിക്കുന്നത്. അതിന്റെ അർത്ഥമോ? അയ്യോ, അവിടെ വട്ടത്തിൽ നീ നിനക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. അടിപൊളി, എനിക്കത് മതി. അതെയോ? അത് മതി. പിന്നെ എവിടെ ഇരിക്കുക? ഞാൻ പറഞ്ഞില്ല ഇറ്റലി കൊണ്ടുവന്നതാണ്. അയ്യോ, നല്ല പാർട്ടി ആയാലും നീ കൊണ്ടുവന്നത്. ഇരിക്കേ, ബാക്കി ചിട്ടളവല്ലോ. പിന്നെ ഞാൻ ലിസ്റ്റ് തന്നായിരുന്നല്ലോ. നമുക്ക് കുറെ സാധനമുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടോ? അതിങ്ങടുത്ത് അതിങ്ങടുത്ത് വെച്ചേ. ഇറ്റലിയിലേ വേറെ പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും ചാറ്റിങ്ങോ മെസ്സേജോ വല്ലതും ഉണ്ടോ? ഓ, എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്. അല്ലോ, അവരെ എനിക്ക് ചാറ്റ് ചെയ്യണം. അത് ഇനി മേലെ ആ പരിപാടി നടക്കത്തില്ല. അതുണ്ട്. അത് നടക്കത്തില്ല. കാരണം അത്രയും നമ്പരും ഇനി ഇവിടെ ഏൽപ്പിക്കണം. ഇവിടെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ അതിനൊരു സ്റ്റാഫിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അവരത് ചെയ്തോളും. ഇനി അഥവാ അവര് ചെയ്തില്ലെങ്കിൽ ഈ ജോലി ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ആ നമ്പർ ഇങ്ങനെ തരണം കേട്ടോ. പിന്നെ ഒരു പ്രതിജ്ഞ ഉണ്ട്, അതുകൂടെ ചൊല്ലണം. എഴുതൊക്കെ കൈന്നിട്ട്. പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂം തിങ്കളാകുന്നു പൂ ചൊവ്വ ആകുന്നു പൂ ബുധനാകുന്നു. ഇങ്ങനെ ഓരോ ദിവസവും അത് തിങ്കളായിരിക്കും. അതായത് വേറെ ആരുമായിട്ട് യാതൊരു വർത്താനം പറയാനൊന്നും പോകത്തില്ല. സത്യം. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇരിക്കെ, ബാക്കി കാര്യങ്ങൾ പഠിപ്പിക്കാം കേട്ടോ. അയ്യോ, പിന്നെ മുണ്ടെടുക്കാൻ അറിയാവോ? ഇനി മുണ്ടെടുക്കണം. മുണ്ടുണ്ട്. അല്ല, എല്ലാം ഇവിടെ എല്ലാം സെറ്റപ്പ് ഉണ്ട്. എല്ലാം പഠിപ്പിച്ചു വിടുമല്ലോ. ഇതാ വെള്ളമുണ്ട്. ഇതൊന്നും കൊടുക്കാൻ അറിയത്തില്ല. നീ വാടാ ഇങ്ങോട്ട്. നീ മുണ്ട് കൊടുക്കണം. ഞാൻ ഉടുത്തു വെച്ചേക്കുന്നുണ്ടോ? ഇതേപോലെ നീ മുണ്ട് കൊടുക്കണം കേട്ടാ. ഓക്കെ. ആളെ കൊണ്ടുവന്നതിന്റെ കമ്മീഷനൊക്കെ തരണം കേട്ടാ. അതിനേറ്റു. നീ ഇതൊക്കെ നീ എത്ര കെട്ടി? അല്ല, മടിക്കുന്ന 100 3 എന്റെടാ. അപ്പൊ നീ ജോൺസന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പോയത്? അന്ന് ഇതോ സാർ തുടങ്ങിയില്ലായിരുന്നല്ലോ ഇവിടെ. ഞാൻ തുടങ്ങിയില്ലായിരുന്നു. 3 കെട്ടേണ്ട ഗതികേട് വന്നു. പിന്നെ പിള്ളേര്? 2 പിള്ളേര്. മൂത്തവന് UK കറങ്ങാൻ പോയില്ലേ? അമേരിക്കയിലോ? അല്ലല്ല, ഈ UK എന്ന് പറഞ്ഞാൽ അവന്റെ കൂട്ടുകാരനാ, ഉണ്ണിക്കുട്ടൻ അവന്റെ പേര്. അവൻ ഷോർട്ട് ഇട്ട് വിളിക്കുന്നയാ. രാവിലെ അവനൂടെ കറങ്ങാൻ പോകും. ഇളയവനോ? ഇളയവൻ UP യിലല്ലയോ? എവിടെ? UP, ഉത്തർപ്രദേശ്. അല്ലല്ല, UP സ്കൂളിലാ. ഇപ്പം 7ാം ക്ലാസ് പഠിക്കുവോ അവൻ.
യോ എന്താ കാണിച്ചോളാ നീ ചേടാ എടാ നല്ലൊരു മുണ്ടല്ലോ ഇടത്. ഇതിന്റെ പൈസ കൂടെ അനത്തങ്ങ് മേടിച്ചോ എന്റെ കയ്യിൽ നിന്ന്. അത് എന്തിനാ കണ്ടിച്ചും ചോദിച്ചു. അല്ല ഇത്രയും ബാലൻസ് കിടക്കുന്നു കൊടുത്തു വന്നപ്പോ. അത് കൊള്ളാം. എന്റെ പൊന്നെ ഇവനെങ്ങനെ കല്യാണം കഴിക്കും? ഞാൻ എന്റെ പൈസ അപ്പൊ മുണ്ടിന്റെ 500 ഞാനിപ്പോ അങ്ങ് എഴുതുവാ കേട്ടോ. ആ നീ ഏതാ അവനെ പഠിപ്പിക്കാനുള്ളത്? ഇനി ഇവനെ പഠിപ്പിക്കാനുള്ളത് ദക്ഷിണ കൊടുക്കുന്നതാ. പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? പൈസ പിന്നീട് ഞാൻ തരാം. അല്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുക്ക. തൽക്കാലം അതം കൊണ്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. ആ ഇതിപ്പം എത്ര അമ്മാവന്മാരുണ്ടോ? എനിക്ക് 3 അമ്മാവന്മാരുണ്ട്. 3 അമ്മാവന്മാരുണ്ട്. അപ്പൊ അമ്മാവന്മാരുടെ സ്ഥാനത്ത് ദക്ഷിണ എനിക്ക് തരണം. ഞാൻ ഡെമ്മിയാ കേട്ടോ. എന്നാ 3 അമ്മാവന്മാരുണ്ട്. അതിനകത്ത് പോയി ആദ്യം സോമനമ്മാവൻ. സോമനമ്മാവൻ. ഞാനാ സോമനമ്മാവൻ. എനിക്കിതാ. അപ്പം ഇതുപോലെ നീ കുനിഞ്ഞ് കാല് തൊട്ട് തൊഴണം കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ എത്ര 3 അമ്മാവനല്ലയോ? നിക്കേ 3 അമ്മാവൻ. അടുത്ത് 2ാമത്തെ അമ്മാവനില്ലയോ? രഘു അമ്മാവനുണ്ട്. രഘുമാവൻ എങ്ങനെയുണ്ട്? ചൂട് തന്നോ? പുള്ളി ഒരു ഇച്ചിരി ചൂടുള്ള ആളാ. അങ്ങനാണെങ്കിൽ പുള്ളിക്ക് കൂടെ കൊടുത്തേര്. പുള്ളിക്കും കൂടെ ദക്ഷിണോട്. ഞാൻ തരണോ? പിന്നെ വിഷോട് ഇതെന്താണ് കാണിക്കണേ? ഇങ്ങനെ എനിക്ക് ദക്ഷിണ തരുന്നേ. ചൂടല്ല 2ാമത്തെ അമ്മാവൻ ചൂടാന്ന്. അപ്പൊ അതിന് കൂടെ 500 രൂപ കൊടു. അതിൻ്റെ കൂടെ കൊടുത്തേര്. പുള്ളി കറിയിക്കാതെ കൂടെ. അങ്ങനെ സോമനമ്മാനും കിട്ടി കേട്ടോ. ഇതുപോലെ കുഞ്ഞാണോ? ഇനി 3ാമത് ഒരു അമ്മാവനോടുണ്ട്. അത് ഞാൻ ഡെമ്മിടാ. വേണ്ട ഇടയ്ക്കൂടെ. അതില്ല. അക്കളിയില്ല. നിനക്ക് ഇവിടുത്തെ കമ്മീഷനും വേണം. അതൊക്കത്തില്ല. ഇപ്പൊ ദക്ഷിണ കൊടുക്കാൻ പഠിച്ചല്ലോ. കൊടുക്കാൻ പഠിച്ചു. അത് നീ ചെയ്യാമോ? പക്ഷെ വേറൊരു കാര്യമാ, എനിക്ക് ദക്ഷിണ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞിങ്ങനെ തൊട്ടു തൊടാൻ പറ്റത്തില്ല. അതിന്റെ നടുവിന് ഈ കംപ്ലൈന്റ് ഉണ്ട്. കംപ്ലൈന്റ് ഉണ്ടോ? അയ്യോ അപ്പൊ ഒരു കാര്യം ചെയ്. നമുക്കേ ഒരു ബംഗാളി അങ്ങ് നിർത്താം. അവനപ്പോൾ ഒരു 10-25 പേര് ഉണ്ടെങ്കിലും ദക്ഷിണ ഭാഗം കുനിഞ്ഞ് തൊഴുതോളും. നീ കൊടുത്താൽ മാത്രം മതി. ബംഗാളി നിർത്താമല്ലോ. ഇവിടെ കല്യാണം ഇവിടെ തൃശ്ശൂരല്ലേ? പെണ്ണിന്റെ വീട്ടിൽ വരുന്നതായിരുന്നു. താഴേത്ത് വടത്തിൽ വീട്. തന്തയുടെ പേര് പറ. രാജൻ. അന്ന് ഇവിടുന്ന് ഒരു ബംഗാളിയെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതെന്തിന്? ആ പെണ്ണിന്റെ അച്ഛനെ ആ പെണ്ണിനെ ഇറക്കി വിട്ട് വലിയ അപ്പൊ ഒരു വിഷമം കാണുമല്ലോ. കരയാൻ വയ്യാത്തതിന് ഒരു ബംഗാളിയെ ഞാൻ ഇവിടുന്ന് കൊടുക്കുന്നുണ്ടോ? പിന്നെ എല്ലാ ഫംഗ്ഷനും ഉണ്ട് ഇവിടെ. എല്ലാ ഫംഗ്ഷനും ഉണ്ട്. അതെ നീ താലി കെട്ടാണെന്നോ പഠിപ്പിക്കുന്നു? താലി കെട്ടാൻ പഠിപ്പിക്കും. താലി കെട്ടാൻ അവനെ കൈ വിറക്കുന്നില്ലേ? വിറയിൽ മാറ്റാൻ ചെറിയൊരു മരുന്നോടുണ്ട്. ആദ്യം നമ്മൾ ഒരു 10 മാത്രമേ കഴിക്കാം കേട്ടോ. വിറയിൽ അഥവാ കൂടുതലുണ്ടെങ്കിൽ മാത്രം. ഇങ്ങനെ പിടിച്ചേ കേട്ടാ. അങ്ങനല്ല പക്ഷേ അങ്ങനെയാണ് കുടിക്കുന്നത്. ഇത്രേ ഉള്ളൂ. 2ാം അടിക്കുമ്പോൾ മറ്റേ കൈയോട് ചെറുതായിട്ടൊന്ന് താങ്ങിക്കും. ചെറുതായിട്ട് അങ്ങനല്ല. ഇങ്ങനെ 2 പ്രാവശ്യം. ഇപ്പൊ എന്തോ തോന്നുന്നു? എനിക്ക് എന്തൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ പോകുമ്പോൾ അജോട് പറഞ്ഞോളാം. വേണ്ട ഇത് മതി. ഇത്രയാണ് കാണിച്ചാൽ ബാക്കി ഇവിടെ കിട്ടട്ടെ. ഞാൻ നമ്പർ വേണമെങ്കിൽ എന്തോ ചെയ്യും. ഒരു കാര്യം ചെയ്യും. അടുത്ത ഇനി താലി കെട്ടാൻ ഞങ്ങൾ പഠിപ്പിക്കാം. താലി കെട്ടാൻ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു നൂലെടുക്കും. ഇത് കണ്ടോ? ഇത് പിടി. ഈ നൂല് കൊണ്ടാണ് കെട്ടുന്നത്. ഈ നൂല് കെട്ടിക്കഴിഞ്ഞാൽ ശരിയാകുമോ? ഇതിൽ നിൽക്കുമോ? ഒരു കയറ് വാങ്ങിച്ച് കെട്ടിയാ പോലെ. അതൊരു 2 വർഷം കഴിയുമ്പോൾ അത് എടുക്കേണ്ടി വരും. അത് നിന്റെ സ്വഭാവം പോലെ ഇരിക്കും. ഇത് മതി. നൂല് മതി കേട്ടോ. ഇവിടെ വാ. എടാ നീ ഡെമ്മി നീ നാത്തൂന ഇത് മുടി പൊക്കി കൊടുക്കടാ. ആണോ? ഡെമ്മി നാത്തൂന മുടി പൊക്കി കൊടുക്ക. കെട്ടിക്കോ. കൊരവീട അറിയാവോ? ഇല്ല. അല്ല ഒന്ന് ഇട്ട് നോക്കി. ഞാനോർത്ത് മറ്റേ അപ്പുറത്തെ വീട്ടിലെ ടർക്കി കോഴി അലക്കുന്ന പോലെ. ഞാനിങ്ങനെ ആണോ? കൊരവ കൊള്ളാം. പക്ഷെ അത് എനിക്കത്ര അങ്ങോട്ട് സൂചിച്ചിട്ടില്ല. ആരാ കിട്ടുന്നേ? എന്നാ കുഴപ്പമില്ല. അപ്പൊ ആ ഭാഗം ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ട്രിപ്പ് നീ ഇവിടെ ഇരിക്കേ. ഞാൻ പാലും കൊണ്ട് വരുവേ. ഞാൻ പെണ്ണാ കേട്ടോ. പെണ്ണ് ആ പാലും കൊണ്ട് നിന്റെ റമ്പിലോട്ട് വരുമ്പോ നീ പറയണം, നീ കുടിച്ചിട്ട് പകുതി തന്നാ മതി. അങ്ങനെ ഒന്ന് പറഞ്ഞത് കേട്ടോ. നീ കുടിച്ചിട്ട് പകുതി ചൂടായല്ല പറയണ്ടേ? പിന്നെ നീ കുടിച്ചിട്ട് പകുതി തന്നാ മതി. നീ കുടിച്ചിട്ട് പകുതി അങ്ങനെ പറയണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞാൽ മതി. പകുതി കിട്ടിയില്ല. പകുതി ഞാൻ ആ കുടിച്ചപ്പോ ഒരു പരവേശം ഉണ്ടായിരുന്നു. അങ്ങ് ഇറങ്ങിപ്പോയി. ദൈവമേ സൈലന്റ് ആയിരുന്നു ഇത്. ഞാൻ അറിഞ്ഞില്ലല്ലോ. വീട്ടിൽ പെണ്ണുമ്പിള്ളയാ. എന്തോ ചെയ്യും? ടെൻഷൻ അടിക്കാന്ന് പറഞ്ഞാൽ എന്റെ ഇടയിൽ ഇവന്റെ കൈയല്ല വിറക്കുന്നുള്ളോ. എനിക്ക് ഭാര്യ കാണുമ്പോഴാണോ വിറയില്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.